സാഹിത്യ അക്കാദമി വാഗ്ദാനം ചെയ്ത നഷ്ടപരിഹാരം തനിക്ക് ആവശ്യമില്ലെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പ്രതികരിച്ചിരിക്കുകയാണ്. നിലവിൽ സർക്കാരും സമൂഹവും കവികളോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും തന്റെ അനുഭവത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ തന്റെ സുഹൃത്തിന് അയച്ചു കൊടുത്ത പ്രസ്താവനയിൽ പറഞ്ഞത്. നിലവിൽ സർക്കാരും സമൂഹവും കവികളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തണം, അതല്ലാതെ നഷ്ടപരിഹാരം നൽകി തന്നെ ഒതുക്കുകയല്ല വേണ്ടതെന്നും അദ്ദേഹം തുറന്നടിച്ചു. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ, ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ ഇടത് വലത് മുന്നണികൾ ഈ ഒരു കാലഘട്ടം മുഴുവനും ഇത്തരത്തിൽ സമൂഹത്തിലെ സാഹിത്യകാരന്മാരോട് കാണിച്ച അവഗണനയ്ക്കെതിരെ ശക്തമായൊരു പ്രതിഷേധം ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. എങ്ങനെ നോക്കിക്കാണാം? തീർച്ചയായും വിഷ്ണു, ശക്തമായൊരു മറുപടി തന്നെയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അക്കാദമിയുടെ നഷ്ടപരിഹാരം എനിക്ക് വേണ്ട എന്ന തരത്തിലാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രസ്താവന. സാഹിത്യ അക്കാദമി നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അതെനിക്ക് ആവശ്യമില്ലെന്നും, കാരണം പണമോ സാഹിത്യ അക്കാദമിയോ സച്ചിദാനന്ദ മാഷോ ഒന്നും ആയിരുന്നില്ല എന്റെ പ്രതിഷേധത്തിന്റെ ലക്ഷ്യമെന്നുമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് വ്യക്തമാക്കിയത്. അത് ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം മാത്രമായിട്ടല്ല, പൊതുവായിട്ടുള്ള പ്രശ്നമായാണ് അത് ഉന്നയിച്ചിട്ടുള്ളത്. മിമിക്രിക്കാർക്കും പാട്ടുകാർക്കും നർത്തകർക്കും സീരിയൽ സിനിമാ താരങ്ങൾക്കുമൊക്കെ പതിനായിരങ്ങളും ലക്ഷങ്ങളുമാണ് പരിപാടികൾക്ക് പ്രതിഫലമായി നൽകുന്നതെന്നും സർക്കാരും സമൂഹവും ഞങ്ങളെപ്പോലുള്ള കവികളോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും എന്റെ അക്കാദമി അനുഭവത്തെ മുൻനിർത്തി വെളിപ്പെടുത്തുകയായിരുന്നുവെന്നുമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് വ്യക്തമാക്കുന്നത്. അദ്ദേഹം ഒരു പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, സാഹിത്യ അക്കാദമി ഇത്തരത്തിൽ കവികളെ, അതായത് സമൂഹത്തിൽ പ്രഗത്ഭരായിട്ടുള്ള കവികളെ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ തന്നെയാണ് ശ്രീകുമാരൻ തമ്പിയും അതോടൊപ്പം ബാലചന്ദ്രൻ ചുള്ളിക്കാടും ഒക്കെ അത്തരം അവഗണന നേരിടേണ്ടി വന്നവരാണ്. അവരൊക്കെ തന്നെ കൃത്യമായും തങ്ങൾക്ക് ഉണ്ടായ അനുഭവം അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്ത് വിടുകയും ചെയ്തിരുന്നു. പിന്നാലെ ഉണ്ടായ വിവാദത്തെ തുടർന്ന് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ ഉൾപ്പെടെ ആ വിഷയത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്തായാലും സർക്കാരിനെതിരെയും അതുപോലെ സാഹിത്യ അക്കാദമിക്കെതിരെയും കൃത്യമായ നിലപാട് തന്നെയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുള്ളത്. പൊതുവായ ഒരു പ്രശ്നം താൻ ഉന്നയിച്ചിരുന്നു, അതിൽ നഷ്ടപരിഹാരം തന്ന് ഒതുക്കേണ്ട ഒന്നല്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള യാതൊരു നേട്ടത്തിനും വേണ്ടിയിട്ടല്ല, അതായത് സാഹിത്യ സമൂഹത്തിന് വേണ്ടിയിട്ട് പൊതുവായുള്ള ആവശ്യമാണ് താൻ ഉന്നയിച്ചത്. കൃത്യമായ സാഹിത്യ അക്കാദമിയുടെയും അതുപോലെ തന്നെ സർക്കാരിന്റെ ഒക്കെ തനിനിറം പുറത്തു കൊണ്ടുവരുന്ന തരത്തിലാണ് ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉൾപ്പെടെ ഇപ്പോൾ പ്രതികരിക്കുന്നത്. നേരത്തെ ശ്രീകുമാരൻ തമ്പിയും പ്രതികരിച്ചിരുന്നു. കൃത്യമായും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അനുഭാവമുള്ളവരെ മാത്രം, അല്ലെങ്കിൽ സർക്കാരിനെ പ്രകീർത്തിക്കുന്നവരെ മാത്രം സംരക്ഷിച്ചു പോരുന്ന, പരിഗണിച്ചു പോരുന്ന ഒരു സമീപനമാണ് സാഹിത്യ അക്കാദമിക്കും അതുപോലെ തന്നെ മറ്റ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്കുമുള്ളത്. ആ കാര്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അക്കാര്യത്തിനെതിരെയാണ് ഈ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയൊക്കെ വലിയ തരത്തിലാണ് ആ ഒരു പ്രതിഷേധം ഉന്നയിച്ചിട്ടുള്ളത്. തന്റെ പാട്ട് ആവശ്യപ്പെട്ട് വാങ്ങിയതിനു ശേഷം അവഗണിക്കുന്ന ഒരു സാഹചര്യം, ഇത്തരത്തിലുള്ള കവികളെയും അതുപോലെ മറ്റ് ഈ സാഹിത്യ മേഖലയിൽ നിൽക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ അവഗണിച്ചു കാണിക്കുന്ന ഒരു സമീപനം, അതിനെതിരെ കൃത്യമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഇതിലൂടെ രേഖപ്പെടുത്തുന്നത്. ഇതിൽ തന്നെ നേരത്തെ സച്ചിദാനന്ദൻ സൂചിപ്പിച്ച ഒരു കാര്യം, ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉൾപ്പെടെ ഖേദം പ്രകടിപ്പിച്ചു എന്നാണ്. എന്നാൽ അദ്ദേഹം തന്നെ വ്യക്തമായി ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്, തന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, ഒരു സമൂഹത്തിന്റെ ഒരു സാഹിത്യ സമൂഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ താൻ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പരാമർശം നടത്തി. അതിൽ തനിക്ക് വ്യക്തിപരമായിട്ടുള്ള യാതൊരു നേട്ടവും വേണ്ട, യാതൊരു നഷ്ടപരിഹാരവും വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. വിഷ്ണു, യെസ്, വ്യക്തമാണ്. നിലവിൽ സാഹിത്യ അക്കാദമി വാഗ്ദാനം ചെയ്ത നഷ്ടപരിഹാരം തനിക്ക് വേണ്ട എന്നുള്ള ശക്തമായ നിലപാടാണ് ഇപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പുറത്തുവിട്ടിരിക്കുന്നത്. മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.